ഭാരതമെന്നൊരു പാരിനടിയിൽ കേരളമെന്നൊരു നാടുണ്ടവിടെ. ഭാരതമെന്നൊരു പാരിനടിയിൽ കേരളമെന്നൊരു നാടുണ്ടവിടെ. ഓണം, ക്രിസ്മസ്, റംസാൻ ഇങ്ങനെ ആഘോഷങ്ങൾ പലതാണ് അവിടെ. എന്നാൽ ഇവിടെ UK-യിലാണ് ആഘോഷങ്ങൾ ചിലതുണ്ടിവിടെ. എന്നാൽ ഇവിടെ UK-യിലാണ് ആഘോഷങ്ങൾ പലതുണ്ടിവിടെ. സായിപ്പിന്റെ നാട്ടിലാണേലും അസോസിയേഷൻ പലതുണ്ടിവിടെ. എന്നാൽ അതിലോ എണ്ണിപ്പറയാൻ നല്ലതിലൊന്ന് ലിറ്റിൽ ഹാംപിളിൽ. അസോസിയേഷൻ തലയിൽ ചുമക്കും പ്രസിഡന്റിന്റെ ആദ്യ വണക്കം. അസോസിയേഷനിൽ നിറഞ്ഞു നിൽക്കും സെക്രട്ടറിക്ക് പിന്നെ വണക്കം. അസോസിയേഷൻ തൂണായി നിൽക്കും റോഷനും ഷിൽജോയ്ക്കും വലിയ വണക്കം. കലയുടെ ചേട്ട ആർട്സിന്റെ ചേട്ട റൺസ് കേട്ട നല്ല വണക്കം. അസോസിയേഷൻ നിത്യവസന്തം ഷാജി ചേട്ടന് പ്രായവണക്കം. അസോസിയേഷൻ നട്ടല്ലായ ലേഡീസ് ടീമിന് ഇഷ്ടവണക്കം. എന്നാൽ ഇനി ഒരു പഴങ്കഥ പറയാം പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ. രാമൻ നായരോട് അമ്മ പറഞ്ഞു രണ്ടാം വേളി കഴിക്കണ്ടെന്ന്. അമ്മ പറഞ്ഞത് കേട്ടിടാതെ രാമൻ നായര് വേളി കഴിച്ചു. വേളി കഴിഞ്ഞു മടങ്ങിയ നേരം രാമൻ നായര് പട്ടിയടിച്ചു. പട്ടിയോടിച്ച് ഓടിയ നേരം രാമൻ നായർ തൊട്ടിൽ വീണു. തോട്ടിൽ നിന്നും കയറിയ നേരം രാമൻ നായരെ അട്ടകടിച്ചു. ആദ്യം അട്ട കാലിൽ കടിച്ചു, പിന്നെ അട്ട മുട്ടിൽ കടിച്ചു. പിന്നെ അട്ട തുടയിൽ കടിച്ചു. പിന്നെ അട്ട നാരായണ ജയ 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 നാരായണ ജയ. എന്നാൽ ഇനിയൊരു കഥപുര ചെയ്യാം എന്നുടെ വായിൽ തോന്നണ പോലെ. എന്നാൽ ഇനി ഒരു കഥപുര ചെയ്യാം എന്നുടെ വായിൽ തോന്നണ പോലെ. ഭാരതമെന്നൊരു മാപ്പിനടിയിൽ കേരളം എന്നൊരു നാടുണ്ടവിടെ. കഷ്ടതയുള്ള നാട്ടിൽ ചിലരിൽ പച്ചപിടിക്കാൻ മോഹമുദിച്ചു. വീടിൻ പട്ടയം പടയം വെച്ചും കാശുണ്ടാക്കും UK-യിലെത്താൻ. വിസയപ്പിക്കാൻ ഏറ്റൊരു ഏജന്റ് മുങ്ങിയ കഥകൾ പലതുണ്ടവിടെ. ചിലരോ ഭാഗ്യം കൊണ്ടിവിടെത്തും, അതിലിൽ ചിലരോ പച്ച പിടിക്കും. വിസയേജന്റ് പറഞ്ഞൊരു പണിയോ നേഴ്സിംഗ് ഹോമിലെ പണിയെന്നത്രേ. ഇവിടെ വന്ന് കിട്ടിയ പണിയോ കേററ് പണിയാണ്. അയ്യോ കഷ്ടം. നാരായണ ജയ 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 നാരായണ ജയ.
പന്തളത്തുള്ള ഒരു വർഗീസ് ചേട്ടന്റെ മക്കളിലൊരുവൻ ജേക്കബ് വർഗീസ്. പന്തളത്തുള്ള ഒരു വർഗീസ് ചേട്ടന്റെ മക്കളിലൊരുവൻ ജേക്കബ് വർഗീസ്. സാരി വിസയിൽ UK-യിലെത്തി ഭാര്യ കൊടുത്തൊരു മോഹവുമായി. ബീച്ചിൽ പോകാം, പാർക്കിൽ പോകാം, ലണ്ടനിൽ കറങ്ങാം, പബ്ബിൽ പോകാം. എന്നാൽ ഇവിടെ വന്നതിൽ പിന്നെ അടുക്കള പണിയാണ് അയ്യോ കഷ്ടം. ചോറുണ്ടാക്കണം, കറിയുണ്ടാക്കണം, മക്കളെ സ്കൂളിൽ കൂട്ടാൻ പോകണം. എന്നാൽ ഇനിയോ വിശ്രമമില്ല, കെയർ ഹോമിലെ പണിക്കും പോണം. എന്നാൽ ഇനി ഒരു വിശ്രമമില്ല, കെയർ ഹോമിലെ പണിക്കും പോണം. അങ്ങനെ കരുതി നിൽക്കുമ്പോൾ ആണ്ടേ പോണൊരു റഷ്യക്കാരി നാരായണ